കഴിഞ്ഞ വീഡിയോയിലെ ബാക്കി ഭാഗമായിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് എനിക്കൊരാഗ്രഹം മുറ്റത്തൊരു അടുപ്പ് കൂട്ടണമെന്ന്. പിന്നെ വഴക്കുണ്ടാക്കി ബഹളമൊക്കെ വെച്ച് ഒരു അടുപ്പുണ്ടാക്കി കേട്ടോ. ആദ്യം 3 കല്ല് വെച്ച് അങ്ങനെ ഉണ്ടാക്കിയെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വിറക് വയ്ക്കാൻ കുറച്ചുകൂടി സ്പേസ് വേണം. അതുകൊണ്ട് പിന്നെയും കട്ട വെച്ച് പൊക്കി. അപ്പം നന്നായിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും പടിയോ മറ്റോ ഇട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ തീ കത്തിക്കാൻ, അല്ലേ പറ്റത്തില്ല. എനിക്ക് 2 മൺചട്ടിയുണ്ട് പുതിയതായിട്ട് മേടിച്ചത്. അപ്പോൾ അതിനെ ഒന്ന് മെരുക്കിയെടുക്കാനും കൂടിയാണ് കേട്ടോ ഞാൻ അടുപ്പ് കൂട്ടാമെന്ന് വിചാരിച്ചത്. പിന്നെ പറമ്പിൽ പോയി വിറകെല്ലാം കൊണ്ടുവന്നു. വിറകും ഒരു ചൂട്ടും ഉണ്ടായിരുന്നു, എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ തിരിച്ച് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ പരിപാടി. അവർ വിചാരിക്കുന്നത് എന്തോ കളിക്കാനുള്ള പരിപാടിയായിരിക്കും. ചട്ടിക്കകത്ത് ഏതാണ്ടൊക്കെ ഇട്ടിട്ട് വറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, വറക്കോ പിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ തിരിയൊക്കെ കത്തിച്ചുകൊണ്ട് വന്നു. ഇരുട്ടാനുള്ള ടൈമൊക്കെ ആവുന്നു. 2 പേർക്കും കാര്യം മനസ്സിലായിട്ടില്ല. അവർ ആദ്യത്തെ അനുഭവം തോന്നുന്നു മുറ്റത്ത് അടുപ്പ് കൂട്ടുന്നതൊക്കെ. പിള്ളേർക്കൊരു രസമായിക്കോട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ ആ അടുപ്പിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ എല്ലാ പാത്രങ്ങളും കൊള്ളുമോ എന്നറിയാൻ വേണ്ടിയുള്ള ചട്ടിയും പാത്രവും എല്ലാം വെച്ച് നോക്കി, അളവ് മതിയാകുമോ എന്നറിയാൻ. അതിൻ്റെ ആ ഒരു വിടവുണ്ടല്ലോ തീ കത്തിക്കുന്നത്, അത്. അപ്പോൾ കുഴപ്പമില്ല, എല്ലാത്തരം ചട്ടിയും പാത്രങ്ങളെല്ലാം കൊള്ളും. അപ്പം നമുക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വന്നാൽ മുറ്റത്ത് വേണമെങ്കിൽ നമുക്ക് കലത്തിലൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, എളുപ്പമുണ്ട്. പിന്നെ അപ്പനും മക്കളും എല്ലാം കൂടി ഇത് വാചകടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇരുട്ടി ലൈറ്റ് ഇട്ടു. അപ്പോൾ ഇതുണ്ട്, ഞാൻ ചൂട്ടെടുത്തുകൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പണ്ടത്തെ കാലത്തെ ലൈറ്റ്, അതായത് ബാറ്ററി കൊണ്ടുള്ള ലൈറ്റ്, അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്ത്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ. വലിയ ആൾക്കാരുടെ കയ്യിൽ, കാശുള്ളവരുടെ കയ്യിൽ കാണുമായിരിക്കും. അപ്പം ഒരിടത്തുനിന്ന് ഒരിടത്ത് പോകാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ചൂട്ട് കത്തിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്ന പരിപാടി. അപ്പം ഞാൻ എടുത്ത പോലെ അല്ല കേട്ടോ. എൻ്റെ ചൂട്ട്, എനിക്ക് കുറച്ച് ചൂട്ടേ ഞാൻ എടുത്തോളായിരുന്നു. ഒരുപാട് വേണം, ഒത്തിരി വേണം. അതിങ്ങനെ അടുക്കി കെട്ടണം, മുറുക്കെ കെട്ടണം, അടുക്കി. ഇതിൻ്റെ ഇരട്ടി വേണം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഈ ചൂട്ട് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളി വെച്ച് കെട്ടിയാൽ പെട്ടെന്ന് പോകും, ഉരുകി പോകുകയും ചെയ്യും. പ്ലാസ്റ്റിക് വള്ളി അങ്ങനെ ഉപയോഗിക്കരുത്. എല്ലാവരും ചൂട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് മുറുക്കി ഒരുപാടെടുത്ത് കെട്ടിയിട്ട് ഇതുപോലെ കണ്ടോ കത്തിക്കും. ഇത് കുറച്ച് വെള്ളമുണ്ട്, പെട്ടെന്ന് കത്തിപ്പോകുന്നുണ്ട്. മറ്റേത് അങ്ങനെയല്ല, ഒരുപാടുണ്ടെങ്കിൽ പതിയെ കത്തത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ചൂട്ടല്ല, ഒരുപാട് ചൂട്ട് കയ്യിലൊക്കെ കൈ കാണും കേട്ടോ. ചിലപ്പോൾ കൂടിനകത്തോ അല്ലെങ്കിൽ ഒരു കയ്യിൽ കാണും. എന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്. കണ്ട, ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ഇത് കുറച്ച് വെള്ളമുണ്ട്, പെട്ടെന്ന് കത്തിത്തീരുന്നുണ്ട്. ഇത് പോരാ, കുറേയും കൂടി വേണം കേട്ടോ. തല്ലി കെടുത്തിയാൽ കെട്ടി വെക്കോളൂ. ഏതായാലും അന്ന് കുറേ പുക അടിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ തീ കത്തും കേട്ടോ. കണ്ടോ കത്തി വരുന്നേ. ഇതായിരുന്നു അന്നത്തെ ഒരു ഇടപാടെന്ന് പറഞ്ഞാൽ. കെട്ടുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വീശിയാൽ മതി. അപ്പോൾ വീണ്ടും കത്തി വരും. പന്തമല്ല, ഇന്ന് ചൂട്ട് കെട്ടിക്കൊണ്ടുപോകാന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ തീ കത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ കത്തിച്ചത്. അപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മുറ്റത്ത് അടുപ്പ് കൂട്ടിയത് റെഡിയായി കഴിഞ്ഞു. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. പഴയ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ചിലരെന്നോട് പറയാറുണ്ട്, ആ പഴയ കാലത്തൊന്നും ഇതുവരെ മാറിയിട്ടില്ലല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും അതൊരു രസവും സന്തോഷമായിരുന്നു. ലോകത്തിൻ്റെ മായയിൽ ഉൾപ്പെടാതെ, എന്താ പറയുക, ഒരു വെറൈറ്റി ജീവിതമായിരുന്നു. കുടുംബത്തോട് ഒത്തിരി അറ്റാച്ചായിട്ടുള്ള ഒരു ജീവിതം അന്നത്തെ കാലത്ത്. ഫോണില്ല, ഒന്നുമില്ല അല്ലേ. എനിക്കതൊക്കെ മിസ് ചെയ്യുന്നു, നമ്മുടെ ചെറുപ്പകാലം. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കൂട്ടി കേട്ടോ. നിലത്താണ് അടുപ്പിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പുക ഒരുപാട് മൂക്കിലോട്ട് കയറുന്നുണ്ട്. അതിൻ്റെ ആയിരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ജലദോഷവും തുമ്മലും ഒക്കെയാണ് കേട്ടോ. പിള്ളേർക്ക് ഇതൊക്കെ ഒരു രസമാണ്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനും ഓർത്തു, ഇതിപ്പോൾ ഞാനല്ലാതെ ആർക്ക് ഇതൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കും. ഒരു കാലത്ത് ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്.
ഈ അടുപ്പ് കൊട്ടുക, തീ കത്തിക്കുക, കരി പുക അങ്ങനെയുള്ള ഒരു അവസ്ഥ. അപ്പം നമ്മുടെ ഈ ചെറിയ ചട്ടി, ഞാൻ ഈ തോരൻ കറിയൊക്കെ വെക്കാൻ വേണ്ടി മേടിച്ച ചട്ടിയാണ് കേട്ടോ. കുഞ്ഞി ചട്ടിയാണ്, 100 രൂപ കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. മുഴക്കുണ്ടാക്കി മേടിച്ചതാണ്. അപ്പോൾ അതിനെ മെരിക്കാനുള്ള പരിപാടിയാണ്. സാധാരണ പഴയ കാലത്തൊക്കെ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് 4-5 ദിവസം ഒരാഴ്ചയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മാറി ഉപയോഗിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു കഞ്ഞിവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കും. നമ്മൾ ഉപയോഗം കഴിഞ്ഞ ശേഷം അത് ഈ മൺചട്ടി എടുത്ത് വയ്ക്കുമല്ലോ, അപ്പോൾ അതിങ്ങനെ പൂത്ത് വരും. അതിനേക്കാളും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായപ്പൊടിയില്ലേ, ഒരുപാട് ചായപ്പൊടി ഇട്ട് ഇത് തീരുന്ന വരെ വറ്റിക്കുക. അങ്ങനെ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ അങ്ങ് പൂത്ത് വരത്തില്ല. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആവുമായിരിക്കും, തണുപ്പ് മഴക്കാലമൊക്കെ ആകുമ്പം. എന്നാൽ കൂടി എനിക്ക് ബെറ്ററാണെന്ന് തോന്നിയത് ഇതാണ്. ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി ചട്ടി, പിന്നെ അങ്ങനെ ആവത്തില്ല. ഞാൻ അപ്പോഴത്തെ സംഭവം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പിള്ളേരോട് പറയുന്നുണ്ട് പുക അടിക്കണ്ടാകും മാറിയിരുന്നുള്ളതിനൊക്കെ. അതുങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് പോയതുകൊണ്ടാവാം അതിങ്ങനെ രണ്ടുപേരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ എല്ലാം കൂടി വരുന്നത്. സത്യം പറഞ്ഞ് നമ്മൾ ടി വിക്കകത്ത് അല്ല ഫോണിനകത്ത് കണ്ടില്ലേ ഇങ്ങനെ ഈ മടക്കലയായിട്ട് വരുമ്പോഴത്തേനും ഞെട്ടിപ്പോകുന്നത്. ആദ്യം കുഞ്ഞു കൊച്ചാണ് കേട്ടോ വന്നത്, ഞാൻ പേടിച്ച് പോയി. ഇത് നമ്മുടെ അടുപ്പ് തീ കത്തിക്കുമ്പോൾ ഈ വിറകിനകത്ത് ഇങ്ങനെ പുക വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. മഞ്ഞാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പിടിക്കുമായിരുന്നു കേട്ടോ, മഞ്ഞ്. പിന്നെ ഒരു പാഷൻ പൊട്ട് പിടിപ്പുണ്ടായിരുന്നു, അതിനകത്ത് നന്നായിട്ട് പഞ്ചാരയൊക്കെ ഇട്ടിട്ട് തട്ടി. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാഷൻ പൊട്ട്. ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും. പഞ്ചാരയും കൊണ്ടുണ്ട് പറയേ വേണ്ട. അപ്പോൾ നമ്മുടെ ഇതേ ചട്ടി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, ചായപ്പൊടി ഇതെല്ലാം കൂടി കേട്ടോ. അപ്പോൾ കളർ തന്നെ മാറിയത് കണ്ടോ. ഇനി ആ മൺചട്ടിയുടെ മൺചൊവയോ സ്മെല്ലോ ഒന്നും കാണത്തില്ല. മൺചട്ടി നേരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൺമണം നമ്മുടെ ഫുഡിനകത്തൊക്കെ ഉണ്ടാവും. അതൊന്നും ഇനി കാണത്തില്ല കേട്ടോ. കണ്ട ആ ചട്ടിയൊക്കെ ഞാൻ കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ച് കരിയായി. ഇതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നു കേട്ടോ. പണ്ടിങ്ങനെ മൺചട്ടിയും പാത്രമൊക്കെ കഴുകുമ്പോഴത്തേന് കരിയാകുമേ. വെള്ളയിലും നഖത്തിലൊക്കെ ഉണ്ടാവും ആ കരി. എന്നിട്ട് പോയി നമ്മൾ തുണി അലക്കി കഴിയുമ്പോഴത്തേന് കയ്യിൽ മണ്ണൊക്കെ അങ്ങോട്ട് പോകും. അതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ചട്ടി കഴുകിയ ചട്ടി വീണ്ടും നമ്മൾ ഒന്ന് ചൂടാക്കാൻ വെച്ച്. ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്, ഇതാണ് എളുപ്പമുണ്ടല്ലോ. പിന്നെ അതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ തടവി കേട്ടോ. ഭയങ്കര ചൂടാണേ. എണ്ണ പുറത്തകത്തുമൊക്കെ ആയിട്ട് തടവി കണ്ട. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി. അങ്ങനെ 2-3 പ്രാവശ്യം എണ്ണ തടവി ചൂടാക്കി കഴിയുമ്പോഴത്തേനും ഇത് ഓക്കെ ആകും. പിന്നെ നമുക്ക് കറി വയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മുടെ ചട്ടി ഉപയോഗിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. എനിക്ക് അങ്ങനെ ഒരു കുഴൽ കിട്ടി ഊതാൻ. അതിനെന്തോന്നാണ് പറയുന്നത്, ഊതുന്ന സംഭവത്തിന് എന്തോ പേര് പറയും. അത് തീക്കകത്ത് കൊണ്ട് വെച്ച് ഉരുകിപ്പോയി. പിന്നെ ഞാൻ വേറൊന്നും എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല വോയിസ് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ചട്ടിയുടെ ആ ശബ്ദം തന്നെ ഒന്നും പതിയെ മാറി കിട്ടും. ഇനിയിപ്പോൾ എന്താ പരിപാടി, കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് പിള്ളേർക്ക്. നല്ല തണുപ്പുണ്ട് കേട്ടോ, പക്ഷേ ഈ ചൂടത്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചെറിയ നമ്മുടെ വീഡിയോ കേട്ടോ. അടുപ്പ് പണ്ടൊക്കെ എങ്ങനെയല്ലായിരുന്നു, അടുപ്പ് വെള്ളം ഒഴിച്ച് തീ കത്തിച്ചിടും, വേണ്ടവരെടുത്തുകൊണ്ട് പോകും. അപ്പോൾ എനിക്ക് ഇത് കണ്ടിട്ട് കൊതി തീരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചട്ടി കൊണ്ട് വെട്ടത്തിലും ഇല്ലാത്തടത്തെല്ലാം കൊണ്ട് വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട്. ഇയാളാണ് ഇവിടെ പരിപാടിയൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കേ.